നമുക്ക് ഇന്ന് ലോക സംഗീത ദിനമാണെന്ന് അറിയാം. ആ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു രീതിയിലുള്ള അതിൻ്റെ ഒരു ഭാവവും ലയവും ആ പറയുന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് ഇവിടെ ചീഫായിട്ട് വന്നിരുന്ന പ്രീതി ടീച്ചർ പറയുകയുണ്ടായി. ഇതിൻ്റെ വേറൊരു തലം ആ താളത്തിൻ്റെ കൂടെ പാട്ടിൻ്റെ കൂടെ തന്നെ ഉള്ള അടുത്തൊരു ഭാഗമാണ് താളം. താളം എന്ന് പറയുന്നത് ഞാൻ എന്തൊക്കെ താളങ്ങളാണ് ഉള്ളതെന്നോ അല്ലെങ്കിൽ താളങ്ങളുടെ ഡിഫറെൻ്റ് വെറൈറ്റീസിനെ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ താളങ്ങൾ ഒരു താളമല്ല ഉള്ളത്, നമുക്ക് ധാരാളം താളങ്ങളുണ്ട്. താളങ്ങളുടെ വകഭേദം അനുസരിച്ച് 7, അത് 35 പിന്നെ നമ്മുടെ താളങ്ങൾ കൂടി വരികയും. അപ്പം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ കാണുന്ന കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വളരെ 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 ബേസിക് കൊച്ചു കുട്ടികളാണ് പലരെയും കാണുന്നത്. പിന്നെ അല്ലാത്ത ആൾക്കാരും ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാർ, എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർ, ഞാൻ കടന്നു വന്ന വഴിയിൽ എനിക്ക് കൂടെ ഉണ്ടായിരുന്ന പല കച്ചേരികൾക്ക് വായിക്കുമ്പോൾ മുതിർന്ന ധാരാളം ആൾക്കാരുടെ കൂടെ പക്കവും ഉപപക്കവും ഒക്കെ വായിക്കാനുള്ള ആ ഒരു അവസരം കിട്ടിയതിൽ നിന്ന് ആ പറയുന്ന ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അത് നമ്മുടെ ദിനചര്യയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിലേക്ക് മാത്രം ഞാനൊന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ പറയുന്ന ഡെമോൺസ്ട്രേഷൻ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ടീച്ചർ ഒരു പാട്ട് പാടുകയുണ്ടായി. ഇപ്പം നമുക്ക് കുറച്ച് മുമ്പ് നിങ്ങളിവിടെ ഒരു എന്താ പറയുക പ്രാർത്ഥനാ ഗീതം ആലോചിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനാ ഗീതം ഇപ്പം ഞാൻ ഒട്ടും പാട്ടുകാരനാണ് ആദ്യം പറയാം. ഞാനൊരു വേറൊരു പാട്ട് പാടുന്നത് ഞാൻ ചെറിയ രീതിയിലൊന്ന് ഡെമോ കാണിക്കാം. അത് ശരിക്കും ഞാൻ പാടുന്നതിൻ്റെ സ്വരമോ കാര്യമൊക്കെ തെറ്റായിരിക്കും. പക്ഷെ ഞാനൊന്ന് പാടിയാൽ അത് ഏത് രീതിയിൽ പാടുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പമാവുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിൻ്റെ ശ്രുതിയൊന്നും ദയവേത് നോക്കരുത്. ഞാൻ ശ്രുതിയിലേക്ക് അല്ല കിടക്കുന്നത്. ഞാൻ താളത്തിൻ്റെ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗണപതി കൃതിയാണ് വാതാപി, അല്ലേ? അപ്പം നമുക്ക് ഞാൻ ആദ്യം ഒരു നോർമലായിട്ടുള്ള രീതിയിൽ പാടാം. ഇപ്പം ഇങ്ങനെയുള്ള വളരെ ഇതായിട്ട് ഇത് ഞാൻ പാടിയപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു ചെറിയ രീതിയിൽ കൈകൊണ്ട് ഇങ്ങനെ 2 കൈകൾ അടിക്കുന്നുണ്ടായി. ശ്രദ്ധിച്ചിരുന്നോ കുട്ടികളെ? ഈ പറയുന്നതിനാണ് നമ്മൾ താളം എന്ന് പറയാം. ഇപ്പൊ ഈ പറയുന്ന ഞാൻ പാട്ടിന്റെ കൂടെ ഞാനൊരു പർട്ടിക്കുലർ ബീറ്റിലാണ് ഞാൻ ആ പറയുന്ന പാട്ട് പാടി തീർക്കുന്നത്. ഇത് ഈ താളത്തിന്റെ ബോധമില്ലാതെ നമ്മൾ പാടിയാൽ ചിലപ്പോൾ ചില ആൾക്കാർ ഈ താളത്തിനെ ശ്രദ്ധിക്കാതെ വാതാപി കേട്ടു എന്നാൽ വാതാപി പാടാം. ഇങ്ങനെ പാടും ഞാൻ പറഞ്ഞ പാട്ടിൻ്റെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അവസാനം ഈ പതിയും കൊണ്ട് നിർത്തണം എന്നുള്ളതിനെപ്പറ്റി എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അവസാനം പതിയും കൊണ്ട് നിർത്തി. പക്ഷെ ചില ആൾക്കാരെന്താണ് ഈ പതിയും കൊണ്ട് നിർത്തില്ല, അത് ഇങ്ങനെ പോകും. ഇല്ലെങ്കിൽ താളം എന്ത് ചെയ്യും? കുറച്ച് ഹോൾഡ് ചെയ്യും, താളം ഹോൾഡ് ചെയ്യും. ഞാൻ പറയുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ കലർത്തിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അടിയും നമ്മളൊരു ആദിതാളമാണ് പറയുന്നതെങ്കിൽ ഒരടിയും അടുത്ത അടി നമുക്ക് ആദിതാളം ഇട്ടേക്കാം, ഏകതാളം പറയാം. ഏകതാളം എന്താണ്? എല്ലാം ഒരു ബീറ്റ് മാത്രം, അല്ലേ? അപ്പൊ ഒരു അടിയും അടുത്ത അടിയും തമ്മിലുള്ള അകലം എപ്പോഴും നമ്മൾ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ്, അല്ലെങ്കിൽ ഒരേപോലെ നമ്മൾ കീപ്പ് ചെയ്ത് പോയാലാണ് അത് നമുക്ക് താളം എന്നുള്ളൊരു രീതിയിൽ പറയാൻ പറ്റും, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രണ്ടിൽ അവായം കൂടെ ചേർത്ത് എന്താണ് അവതാളമായി പോകും. നമ്മൾ പറയുന്നതും വായിക്കുന്നതും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതും ഒരേപോലെ ആവില്ല. അപ്പോൾ നമ്മളൊരു പാട്ട് പാടുമ്പോൾ ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഇത് നമ്മുടെ കർണാടിക് മ്യൂസിക്കിൽ മാത്രമല്ല, നമ്മൾ സിനിമാ ഗാനങ്ങൾ എടുക്കാം, ലളിതഗാനത്തിൻ്റെ രീതിയിൽ എടുക്കാം. ഈ പറയുന്നതിലെല്ലാം തന്നെ ഈ പറയുന്നൊരു താളമുണ്ടാകും. ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ഈ കുട്ടികൾക്ക് തന്നെ ടീച്ചറിൻ്റെ വീട്ടിലെ അവിടെ വെച്ച് കുറേ നമ്മൾ താളത്തിനെ പറ്റി സംസാരിച്ചതാണ്. അപ്പം നമ്മളതിനകത്തൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും പാട്ട് പാടാൻ അറിയാവുന്ന ഒരാൾ ഒരു വരിയൊന്ന് പാടാം. ആരെങ്കിലും പാടാം? ഏത് പാട്ട് കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ
കാര്യം ശ്രദ്ധിച്ചോ? ആ പാട്ട് ഇതൊക്കെ പല ആൾക്കാരും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണല്ലേ. ആ രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ എവിടെയൊക്കെയോ കൊണ്ടുപോകും, നമ്മളിങ്ങനെ അറിയാതെ ഒഴുകിപ്പോകും. അപ്പോൾ ഞാൻ വളരെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പറയുക, പക്ഷെ ആ പാട്ട് തുടങ്ങിയത് ഒരിക്കലും നമ്മൾ സാധാരണ പാടുന്ന പോലെയല്ല. ഞാൻ നേരത്തെ പാടിയ വാതാവി തുടങ്ങിയ പോലെയല്ല ഈ പാട്ട് തുടങ്ങിയത്. ശരിയാണോ? എന്താണ് നമ്മൾ സാധാരണ ഞാൻ പാടിയത് അല്ലേ? ഈ കുട്ടി പാടിയ പാട്ട് എന്തായിരുന്നു? മീനാക്ഷി പാടിയ പാട്ട് എങ്ങനെ തുടങ്ങി ശ്രദ്ധിച്ചോ? മാധവ, അതായത് അടിയിലല്ല തുടങ്ങിയത്. മാധവ മോഡലേ. അപ്പൊ എന്താ അർത്ഥം? നമുക്ക് വേണമെങ്കിൽ മാധവ ദേവാദിയിൽ പാടാം, പക്ഷെ അവിടെ ഒരു താളത്തിനുള്ള ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഞാൻ ഏത് പാട്ടാണ് മോള് പാടണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. മോള് പാടി, ഒരു പാട്ട് പാടി. ആ പാട്ട് പാടിയതിനകത്ത് താളത്തിന് വരുന്നൊരു ഇമ്പോർട്ടൻസ്, ആ താളം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ സാധാരണ വരുന്ന ആദ്യതാളത്തിൽ തന്നെയാണ്. പക്ഷെ ആദ്യതാളത്തിൽ കറക്റ്റ് സമത്തിലല്ല ആ പാട്ട് തുടങ്ങുന്നത്. ആണോ? അടി കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. മാധവ അല്ലേ? ഞാൻ ആ പറയുന്ന ഒരു കാര്യം പറയുവാൻ രണ്ടാമത് ഇപ്പൊ എന്തിനാണ് ഞാൻ മോളെ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മോളൊരു പാട്ട് പാടി അല്ലേ? ആ പാട്ട് പാടിയതിനകത്ത് ആ പാട്ടിന്റെ കൂടെ ഞാൻ ചെറിയ രീതിയിൽ ശ്രുതി തെറ്റാണ് ഞാൻ ഒന്നിന്റെ ശ്രുതിയാണ് വെച്ചത്. ഒന്നും ആ ഒരു പാട്ട് നമുക്ക് പാടാം അല്ലേ? ഒന്നും ആയി എന്തിനാണ് മോളൊക്കെ പാടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പാട്ട് പാടിയതിനകത്ത് ഈ പാട്ടിന്റെ കൂടെ വായിച്ചപ്പോൾ ഞാനൊരു നടയാണ് വായിച്ചത്. അതായത് നമ്മൾ ഈ പറയുന്ന താളത്തിലുള്ള അതേ ആ പറയുന്നതിന് പറ്റുന്ന രീതിയിലുള്ള നമ്മൾ പഠിച്ച ഒരു നടയാണ് വായിച്ചത്. അപ്പൊ ഈ പറയുന്ന നടയ്ക്ക് വേണമെങ്കിൽ ഇതിന്റെ രണ്ടാം കാലമോ മൂന്നാം കാലമോ വേണമെങ്കിൽ നട വായിക്കാം. പക്ഷെ പാട്ടിന്റെ കൂടെ വായിക്കുമ്പോൾ അല്ലെ, ഈ പറയുന്ന പാട്ടിന് ഒരു പർട്ടിക്കുലർ ആ പാട്ടിനോട് ചേർന്ന് നിന്ന് നമ്മൾ വായിക്കുമ്പോഴാണ് ആ താളം അല്ലെങ്കിൽ ആ ലയം അതിനോട് ചേരുന്നത്. ഇത് നമ്മൾ വേറിട്ട് നിന്ന് വായിക്കണം. ഈ പാട്ടിന്റെ ഇതേ പാട്ടിന് തന്നെ ഞാൻ വേറൊരു രീതിയിൽ ആ പാട്ടുകാരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് പാട്ടുകാർക്ക് പാടാൻ പറ്റാത്ത രീതിയിൽ വേണമെങ്കിൽ ഈ പാട്ടിനകത്ത് ആയുധാളമാണല്ലോ, ആയുധാളത്തിനകത്ത് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ വായിക്കാം. ഇത് ഈ പാട്ടിനകത്ത് ആ പറയുന്ന താളത്തിൽ കൃത്യമായിട്ട് കൊള്ളുന്നൊരു നടയാണ് ഞാൻ വായിച്ചത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടോ ഈ പറയുന്ന ഒരു നട ഈ പാട്ടിന് നമുക്ക് ചേരുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആകണമെങ്കിൽ, ഈ പറഞ്ഞ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, പക്ഷെ ഇത് കറക്റ്റ് ആകണമെങ്കിൽ ആദ്യം ഈ പറയുന്ന താളം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ കൂടെ 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 ഉണ്ടാകണം. അത് ഉണ്ടാകുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എൻ്റെ ആദ്യ മൃദംഗ ഗുരു യശോധരനാണ് സാറിൻ്റെ പേര്. എൻ്റെ നാട് കൊല്ലം കുണ്ട്രയാണ് കേട്ടോ. കുണ്ട്രയിലെ യശോധരൻ എന്ന് പറഞ്ഞ സാറിൻ്റെതാണ് ഞാൻ പഠിച്ചത്. സാറ് ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളുടെയൊക്കെ പ്രായമുള്ളൂ. സാറ് എന്നെ താളം കൈയിടാൻ സമ്മതിക്കില്ല. താളം
താളം കൈയിടാൻ സമ്മതിക്കില്ല. താളം നമ്മളെ തുടയിലിട്ട് വേണം പറയാം. തുടയിൽ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടയിൽ ഇങ്ങനെ ചുമ്മാ കൈ വെച്ചാൽ പോരാ. ആ തുടയിൽ ഓരോന്നിനും ഇങ്ങനെ നമ്മൾ കറക്റ്റ് പൊക്കി അടിക്കണം. അതായത് ഇങ്ങനെ അടിക്കണം. അത് കൈ പൊങ്ങിയില്ല, നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഉള്ള കുട്ടികളൊക്കെ ചെയ്യില്ല, ഇങ്ങനെ വേറെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കാണിക്കില്ലേ, അദ്ദേഹത്തിന്റെ ഇപ്പുറത്തെ അടിയുടെ വീഴും. നമ്മളിങ്ങനെ കൈ പൊക്കിയില്ലെങ്കിൽ ഞാൻ കൈ പൊക്കാത്ത അടി ഇപ്പുറത്ത് വീഴും. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടാകും, സാർ എന്തിനാണ് എന്നെ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ സാർ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു തോന്നും. ആ പറഞ്ഞു തന്നതിന്റെ ആ ഒരു ഡെപ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പല സന്ദർഭങ്ങളിലാണ്. അപ്പൊ അത് പറയണമെങ്കിൽ ഈ പറയുന്ന ഓരോ അടിയിലും നമുക്ക് ആ ഒരു അടിയിൽ ശരിക്കും നമ്മൾ സാധാരണ പറയുന്നത് ചതുരശ്രം എന്നാണ് പറയുന്നത് അല്ലെ. ഒരു സാധാരണ കടന്നു പോകുന്ന ചതുരശ്രമാണ്. അത് പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ആദിതാളം എന്ന് പറയുന്നത് 8 അടിയാണ്. അറിയാലോ, 8 അടി അറിയാലോ. നമുക്ക് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് നമുക്ക് ഒരുമിച്ച് താളം ഇട്ട് നോക്കാം. അതിനകത്ത് ഒരടിയിൽ 4 മാത്രകൾ വീതമാണ്. നമ്മൾ ഒന്നാം കാലത്ത് നോർമൽ പറയുമ്പോൾ 4 മാത്രമേ വരാം. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയണമെങ്കിൽ അത് പറഞ്ഞ് പഠിക്കുമ്പോഴാണ് നമ്മുടെ കൂടെ ആ പറയുന്ന താളം എത്തുക. ആദിതാളം എല്ലാ കുട്ടികൾക്കും ഇടാൻ അറിയാൻ കഴിയുന്നില്ല. ആദിതാളം ഇടാൻ അറിയാലോ. നമ്മുടെ കുറച്ച് കൊച്ചുകുട്ടികളെ കുറച്ച് പുറകോട്ട് മാറിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് മുമ്പോട്ട് വരാൻ പറ്റുമോ? ഈ പഠിക്കുന്ന കുട്ടികൾക്ക് മുമ്പോട്ട് വരാൻ പറ്റുമോ? പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് മുമ്പോട്ട് വരാമോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ആദിതാളം എന്ന് പറയുന്ന താളമാണ്. ആദിതാളത്തിൽ നമുക്ക് എത്ര അടികളുണ്ടെന്ന് അറിയാമോ? എത്ര അടികളുണ്ട് നമുക്ക് അറിയാമോ? ആദിതാളത്തിൽ എത്ര അടിയുണ്ട്? എത്ര എണ്ണം ചെയ്യുന്നതാണ് ആദിതാളം? ആദിതാളം ഇടാൻ അറിയാമോ? നമുക്ക് അറിയാമോ? ആദിതാളം നോക്കിയാണ് ചെയ്യും. കിട്ടില്ലേ? അത് എനിക്ക് എന്നാ അറിയാമോ? മാത്സ് പഠിച്ചിട്ടില്ലേ? എന്നാൽ എനിക്ക് എത്ര പ്രാവശ്യം നിങ്ങൾ അടിച്ചു ആദിതാളമായിട്ട് എനിക്കുണ്ട്. എത്രണ്ട്? 8. കറക്റ്റാണ്. ഇത്രയും നാളെ ആദിതാളം ഇട്ടപ്പോൾ നിങ്ങൾ എണ്ണാതാണ് ഇട്ടേ. ഇത്ര അടിയൊന്നും അറിയില്ല. ആണോ? ഞാൻ കുറച്ച് ചരി ചെയ്യാം. അപ്പൊ എനിക്ക് അവരെ കാണാം. ഇപ്പൊ ആദിതാളത്തിൽ എത്ര അടിയാണ് മൊത്തത്തിലുള്ളത്? എത്ര പറഞ്ഞേ? 8. ആണോ? ആർക്കും സംശയം ഉണ്ടോ? ആണോ? ഏതിനെ നിങ്ങൾ അടിയായിട്ട് കൂട്ടിയ? ഇതിനാണോ അടിയായിട്ട് കൂട്ടിയ? ഇതൊക്കെ അടിയാണോ? എങ്ങനെ കൂട്ടിയേ? ഏതാ അടി? ഏതിനെ അടിയെന്ന് കൂട്ടിയാണ്? ഇല്ല, ഓരോന്നിനെയും കൂട്ടിയില്ല. 8 ആയിട്ട് കൂട്ടിയില്ലേ? ശരി. 8 അംഗങ്ങളുണ്ട്. ഓക്കെയാണ്, കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ അതെങ്ങനെ ഇടുക? നിങ്ങളെല്ലാവരും ആദിതാളം ഇടാമോ? എന്നിട്ട് കാണണ്ടേ? ഇട്ടോ കാണാം. ഇതോ ഇപ്പോഴേ സംഭവിച്ചാൽ നമ്മൾ ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യേ. ട്രെയിൻ കയറിയിട്ടുണ്ടോ? കയറുന്നുണ്ട്. ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ട്രെയിൻ എങ്ങനെയാ പോവാ? ട്രെയിൻ എങ്ങനെയാ പോവാ? പാളത്തിക്കൂടെയാ പോവാ. അതൊരിക്കറിയില്ല. പാളത്തിക്കൂടെയാ പോവാന്നൊക്കെ. ട്രെയിൻ എങ്ങനെയാ പോവാ? നമ്മൾ പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യില്ലേ? പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രെയിൻ എന്താവും? സ്പീഡ് കൂടില്ലേ? തുടങ്ങുന്ന അതേ സ്പീഡിലാണ് ട്രെയിൻ പോവാ, അല്ലല്ലോ? അപ്പൊ എന്തായി? നമ്മൾ തുടങ്ങി ഒരാളൊക്കെ എന്റെ പുറകെ പിടിക്കാൻ പറ്റില്ല. ഞാൻ അതിനേക്കാളും സ്പീഡിൽ അടിക്കുന്ന ഫ്രണ്ടിൽ ഇരിക്കുന്ന ആള് ആ സ്പീഡിലെത്തി. ചില ആൾക്കാരൊക്കെ ആ സമയത്ത് താളം ഇട്ട് തുടങ്ങി പോലില്ല, പുറകെ ഇരിക്കുന്ന പല ആൾക്കാർ. അപ്പൊ ഇതൊക്കെ സംഭവിക്കണേ, ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കാതാകുമ്പോൾ നമ്മൾ അറിയാതെ ആ പറയുന്ന താളം നമ്മളെ കൊണ്ട് പോകും. അതെന്താ? പതുക്കെ നമ്മൾ സ്പീഡ് കൂടുന്നു. നമുക്ക് സ്പീഡ് ഇഷ്ടമല്ലേ? വണ്ടി കയറിയാൽ നമ്മളെന്ത് പറയും? ചിലത് വണ്ടി സ്പീഡിൽ പോട്ടെ അല്ലേ? സ്പീഡിൽ പോട്ടെ. സൈക്കിൾ ഓടുമ്പോൾ സ്പീഡിൽ ചവിടാൻ പറയും അല്ലേ? സ്പീഡ് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പാടുന്ന പാട്ടുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന വാദ്യങ്ങൾക്ക്
നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ ലയത്തിലും ഒരേ സ്പീഡിലുമാണ് പോകേണ്ടത്. ആണോ? ആണോ? മനസ്സിലായില്ലെങ്കിൽ ആണ്, എല്ലാവരും മനസ്സിലാക്കുക അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പഠിക്കാം? അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഒരേപോലെ ഒരേ രീതിയിൽ പറഞ്ഞു പഠിക്കണം. ശരിയല്ലേ? അതൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ആ ട്രിക്ക് നിങ്ങളെല്ലാവരും ഒരുമിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചൊല്ലി പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താളം ആ സ്പീഡ് വിട്ട് പോകില്ല. പക്ഷെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 വാക്ക് ഉപയോഗിക്കാം. ഞാനതിനെ നമ്മുടെ മൃദംഗത്തിന്റെ ചുരുക്കത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ സാധാരണ ത, തി, ധ്വം, ന എന്ന് പറയുന്ന ഒരു ചുരുക്കത്തെ വെച്ചിട്ടാണ് ഈ പറയുന്ന താളത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കാം. അത് വേണമെങ്കിൽ സംഗീതത്തിന്റെ ഭാഷയിൽ വേറെ രീതിയിൽ പറയാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ദേവന്റെ വേണമെങ്കിൽ രീതിയിൽ അങ്ങനെ പറയാം. എങ്ങനെ വേണമെങ്കിൽ പറയാം. ABCD ആണ് പറയാൻ ഇഷ്ടം, അങ്ങനെ പറയാം. ഏത് രീതിയിലും പറയാം അല്ലേ? ഇപ്പൊ ഗണേശായ എന്നാണെങ്കിൽ പറഞ്ഞ 4 അക്ഷരം ഗണേശായ, അത് 4 അല്ലേ? അപ്പൊ അത് ത, തി, ത്വം, നം, അത് 4. അപ്പൊ 4 എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു പഠിച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. ആ കാണിക്കുന്നതിന്റെ കൂടുതൽ നിങ്ങൾ പറഞ്ഞു പഠിക്കണം. ഇത് ആദ്യം ഞാൻ കാണിച്ചു തരാം. അതായത് ത, തി, ധ്വം, നം. അപ്പൊ ഞാൻ ത, തി, ധ്വം, നം. ഞാൻ പറയുന്നത് ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ത, തി, ധ്വം, നം ഇങ്ങനെ പറഞ്ഞു വന്നത്. ഇനി അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. ഓക്കെ, ത, തി, ധ്വം, നം. ത, തി, ധ്വം, നം. എന്നിട്ടാലോ താളം അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇപ്പൊ താളം പഠിക്കാം. ഇതുകൊണ്ടുകൂടെ താളം പഠിച്ചാൽ മതി. താളം അറിഞ്ഞുകൂടാതിരിക്കുന്ന വിഷമിക്കണ്ട. ആർക്കും താളം അറിയാത്തവരുണ്ടാവും. അവരോട് വന്നിരുന്നു, അടുത്ത് വന്നിരുന്നു. മോളുടെ പേരെന്തായിരുന്നു? ഇപ്പോഴോ ഉള്ളത് ആർക്കെങ്കിലും വേറെ താളം വിടാൻ അറിയാത്തവരുണ്ടാവും? നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് ഇപ്പൊ പഠിക്കാം. ആരെങ്കിലും ഉണ്ടാവും? ഞാനേ നിങ്ങൾ വേറെ ആരും വിഷമിക്കും എന്നുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് അറിഞ്ഞുകൂടാന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞുകൂടാന്ന് പറയുകയും പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പഠിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അതിനകത്ത് മോളെ ആദ്യം വന്നവരെ എനിക്ക് താളമാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. തീർച്ചയായും നമ്മൾ നോക്കി തീർച്ചയായും നമ്മൾ പ്രത്യേകം അക്സെപ്റ്റ് ചെയ്തല്ലേ. നമ്മളെപ്പോഴും അറിഞ്ഞുകൂടാന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുക. അപ്പം കൂടുതൽ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നതിന്റെ കൂടുതൽ എന്റെ കൂടെ താളമാണ്. ഓക്കെ ആണല്ലോ? എന്റെ മുമ്പിൽ പോകുന്നതിന്റെ പറയുകൊണ്ട് ഒരുമിച്ച് പോകും. ഓക്കെ അല്ലേ? ത, തി, ധ്വം, നം. ത, തി, ധ്വം, നം. ത, തി, ധ്വം, നം. ത, തി, ധ്വം, നം. ഞാനിപ്പോ പറഞ്ഞത് ത, തി, ധ്വം, നം. ഞാനിപ്പോ അടുത്തൊരു ചോദ്യം പറയാം. അപ്പം അത് ഈ താളത്തിന് സ്പീഡ് കൂട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ താളം ഇടുന്നില്ല. നിങ്ങൾ താളം ഇടുന്നത് നിങ്ങൾ ഇവിടെ പറയാം. നിങ്ങൾ ആ ഇടുന്നത് ഞാൻ പറയാം. നിങ്ങൾക്ക് അപ്പം എങ്ങനെയാണ് താളം ഇടാൻ തോന്നുന്നത് എൻ്റെ അടുത്ത് പറയണം. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ അടുത്ത് താളം ഇടുന്നില്ല. നിങ്ങൾ ഇടണ്ട, ശ്രദ്ധിച്ചോളൂ. ഞാൻ രണ്ടാമത് പറയുന്നത് നിങ്ങൾക്ക് താളം എങ്ങനെ ഇടാനാണ് തോന്നുന്നത് എൻ്റെ അടുത്ത് പറയണം. ഓക്കെ അല്ലേ? ത, തി, ധ്വം, നം. ത, തി, ധ്വം, നം. ത, തി, ധ്വം, നം. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. ആ ത, തി, ധ്വം ഞാൻ രണ്ടാമത് ത, തി, ധ്വം. നിങ്ങൾ എങ്ങനെ താളുക? വളരെ താളെടുത്ത് ഞാൻ രണ്ടാമത് ത, തി, ധ്വം, നം. ത, തി, ധ്വം, നം. ശ്രദ്ധിച്ചോ? എന്താ ഞാൻ ആദ്യം പറഞ്ഞതിനകത്തുനിന്ന് രണ്ടാമത് അത് മാത്രം പറഞ്ഞപ്പോൾ മോളെ ഏത് സ്പീഡിലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ താളത്തിന് അങ്ങനെ സ്പീഡ് കൂടില്ല. നമ്മൾ തുടങ്ങിയ സ്പീഡ് എന്താണോ ചുരുക്കത്തിന്റെ സ്പീഡ് കൂടിയാലും എന്ത് കൂടിയാലും താളം അതേപോലെ തന്നെയാണ്. ഞാനിത് പറഞ്ഞത് നമുക്ക് തെറ്റ് കാണിച്ചു തരാൻ കേട്ടോ. നമുക്ക് ആ തെറ്റ് നമുക്ക് ആർക്കും വരാതിരിക്കണം. എങ്ങനെയാണ് ഞാൻ കാണിച്ചത്? നോക്കിയേ. ത, തി, ധ്വം, നം. ത,
താത്തി ധ്വം നം താത്തി ധ്വം നം. എന്റെ താഴത്തെ സ്പീഡ് കൂടിയോ? പക്ഷെ ഞാൻ പറഞ്ഞ സ്പീഡ് കൂടിയില്ലേ? എന്താ? ഞാൻ താത്തി ധ്വം നം താത്തി ധ്വം നം. എന്താ പറ്റിയേ? ഞാൻ ഒരടിയിൽ തന്നെ ഒരു തായും ഒരടിയിൽ ധ്വമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ രണ്ടാമത് പറഞ്ഞ എന്തായി? ഒരടിയിൽ എന്തായി? താത്തിയും പറയുന്നുണ്ട്, അടുത്തതിനകത്ത് ധ്വം നമ്മും പറയുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലേ? താത്തി ധ്വം നം താത്തി ധ്വം നം താത്തി ധ്വം നം താത്തി ധ്വം നം. മനസ്സിലായോ? എനിക്ക് താഴെ കിട്ടുമല്ലോ, ഞാൻ വായിക്കട്ടെ ഇവിടെ. ഇതാണ് സ്പീഡ്. ഇതിന്റെ കൂടെ ഞാൻ മാറ്റി വായിക്കും. നിങ്ങൾ സ്പീഡ് കൂട്ടുമോ? കൂട്ടില്ലല്ലോ. എല്ലാവരും താഴെ വിടില്ലേ? നമുക്ക് താഴെ മനസ്സിലായോ? ആദ്യം ഒരടി, 1 2 3 അടി ബീച്ച് അടി ബീച്ച് അടി 1 2 3 അടി ബീച്ച് അടി ബീച്ച്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഒന്ന് വായിക്കാം. ഞാൻ ആദ്യത്തെ ആൾക്കാരുടെ പകുതി കാണിക്കുക. അത് കഴിഞ്ഞ് നമ്മളൊന്ന് താളം വെച്ച് കുട്ടി കാണിച്ചു കൊടുക്കണേ. കുട്ടി കാണിച്ചു കൊടുക്കണം കേട്ടോ. ചോദിക്കണം. ശ്രദ്ധിച്ചോ. സ്പീഡ് കൂടിയോ? ഞാൻ സ്പീഡ് വായിച്ചത് നിങ്ങളുടെ താള സ്പീഡില്ലാത്ത. ഞാൻ സ്പീഡ് വായിച്ചപ്പോൾ സ്പീഡിലല്ലേ അല്ലേ? അത് ഇടാതെ ഇങ്ങനെയാണോ? അങ്ങനെയല്ല അല്ലേ? നമ്മൾ പറഞ്ഞുള്ളൂ അങ്ങനെയല്ല. നമ്മളെപ്പോഴായാലും ഏത് പാട്ട് സ്പീഡിൽ പാടിയാലും നമ്മൾ തുടങ്ങിയ സ്പീഡിൽ തന്നെ താളം കൊണ്ടുവരും. ശരിയാണോ? ആണോ? ശരിയാണോ? ഈ ചേച്ചിമാരെ എവിടെ വരെയായിരുന്നു പാട്ടിന്റെ തുടക്കം അല്ലേ? ആ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മളെ വർണ്ണങ്ങളാവട്ടെ, ചില കീർത്തനങ്ങളാവട്ടെ, അതിനകത്ത് ആദ്യത്തെ നമ്മളൊരു 1-ാം കാലം പാടിയതിനു ശേഷം 2ാമത് പാടുമ്പോൾ നമ്മൾ 2ാം കാലത്തിലേക്ക് കയറി പാടാറുണ്ട്. 2ാം കാലത്തിലേക്ക് പാടുമ്പോഴും നമ്മുടെ താളത്തിന്റെ സ്പീഡ് അത് തന്നെയാണ്. നിങ്ങൾ പാട്ട് പഠിക്കുമ്പോഴും ഞാനിതിൽ നാളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതേ രീതി തന്നെയാണ് എവിടെയാണ് നമുക്ക് പാട്ടിന് സ്പീഡ് കൂടിയെന്ന് പറയുന്നത് താളത്തിന് സ്പീഡ് കൂടുവോ? എങ്ങനെയാ കൂടുക? ഈ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് താളം ഇട്ട് പറഞ്ഞ് പഠിക്കാനായിട്ടാണ്. താളം ഇട്ട് തന്നെ നമ്മൾ പാട്ട് പഠിക്കും. അതായത് നിങ്ങൾ പഠിക്കുന്നതാണ് സരിഗമപനിസ പഠിച്ചിട്ടില്ലേ? ഈ താളത്തിനകത്ത് ഈ സരിഗമപനിസ വായിച്ചു വെച്ചേക്കേ. ഞാൻ അതിലൂടെ തദ്ദേശമായി നിങ്ങൾ സരിഗമപനിസ പാടും. ഓക്കെ അല്ലേ? സരിഗമപനിസ പഠിക്കുക. എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ അവസാനം താളം ഇട്ട് തുടങ്ങുമ്പോൾ പാട്ട് തുടങ്ങണം കേട്ടോ. Sa
നിർത്താതെ തന്നെ ഒന്നാം കാലം പാടിയിട്ട് രണ്ടാം കാലത്തേക്ക് പോകണം. രണ്ടാം കാലം കഴിഞ്ഞ് മൂന്നാം കാലം അറിയാവുന്നവരാണ് ഇരിക്കുന്നത്. അപ്പൊ ഒന്നാം കാലം പാടി നിർത്താതെ രണ്ടാം കാലം തുടങ്ങണം കേട്ടോ. ഈ താളത്തിൽ തന്നെ ഓക്കെയാണല്ലോ. പൂക്കളാണ് എല്ലാവർക്കും താളം ഇടാൻ പറ്റില്ലേ? നിങ്ങളെന്താ ഈ മൂന്നാം കാലം കിട്ടുന്നത് താളം വീട് കൂട്ടിയിട്ടുണ്ടോ? ഒരേപോലെ ഇട്ട് പോയെ ശരിയാണോ? അപ്പൊ താളം എപ്പോഴും എന്താണ് ഇതേപോലെ ഒരേപോലെ നമ്മൾ ഇതിനകത്ത് ഏത് പാട്ട് പാടിയാലും ഏത് നട വായിക്കുകയാണെങ്കിലും താളത്തിന് സ്പീഡ് ഇതേപോലെ ആയിരിക്കും. നമ്മൾ പാട്ട് തുടങ്ങുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഏത് താളത്തിന് സ്പീഡിലാണോ നമ്മൾ തുടങ്ങുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ പാട്ട് തീരുന്നത് വരെ. ശരിയാണോ? അങ്ങനെ ചെയ്യുമല്ലോ. ഓക്കെ അല്ലേ? ഈ ആദിതാളത്തിന്റെ തന്നെ നമ്മളൊരു ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് അനുവദിച്ച സമയം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനത് നിർത്താം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിതാളം നമ്മളിപ്പോൾ ഇത് പഠിച്ചു തുടങ്ങിയാൽ ഇപ്പം നേരത്തെ മോള് പാടിയതിനകത്ത് നമുക്ക് 4 മാത്ര അല്ലെങ്കിൽ ഒരു അടി തള്ളിയാണ് നമ്മുടെ ആ കീർത്തനം തുടങ്ങിയത്. അല്ലെങ്കിൽ 2 മാത്ര തള്ളിയൊക്കെ ചിലപ്പോൾ കീർത്തനങ്ങൾ തുടങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന കീർത്തനങ്ങളുണ്ട്. അപ്പൊ കീർത്തനങ്ങൾ നമുക്ക് കൃത്യമായി തുടങ്ങാൻ, അതായത് നമ്മൾ ഏത് സ്ഥാനത്താണോ ആ കീർത്തനങ്ങൾ തുടങ്ങുന്നത് ആ തുടങ്ങുന്നിടത്ത് തുടങ്ങാൻ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു രീതിയുണ്ട്. ആ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താളം നമ്മുടെ കൂടെ നിൽക്കാനാണ്. താളം നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഒരു പ്രാക്ടീസ് ടെക്നിക്കാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ജണ്ടവിഷയങ്ങളിലൊക്കെ അതിൻ്റെതായ കുറെ യൂസേജ് ഉണ്ട്. അത് നമ്മുടെ താളം എന്ന രീതിയിൽ എങ്ങനെയാണ് അതൊന്ന് നമ്മുടെ മനസ്സിൽ വ്യത്യസ്തമാകുക എന്നുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ഡെമോ ക്ലാസ് നടത്താം. അപ്പൊ നമ്മളൊരു താളത്തിനകത്ത് ത ടി ധ്വം നം എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. ഇത് ആ താ കഴിഞ്ഞ് ഡി വരാനായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? പല ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് നിർത്താൻ പറ്റാത്തതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ത ടി, ഇപ്പൊ ഞാൻ പറയുമ്പോൾ താ ടി, എനിക്കിത് മാറ്റി പറയാൻ കുറച്ച് പാടാണ്. അതായത് ഞാൻ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് താ ടി ധ്വം എന്നെനിക്ക് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ഉപയോഗിക്കുന്ന രീതി തക്ക ദിമി തക്ക ജമു. അപ്പൊ ഞാൻ താ പറഞ്ഞിട്ട് ബാക്കി എന്റെ മനസ്സിലാണ് പറയാൻ തക്ക ദിമി തക്ക ജമു തക്ക ദിമി തക്ക ജമു തക്ക ദിമി തക്ക ജമു. ഇവിടെ നിന്ന് താളം എടുത്ത ആൾക്കാരൊക്കെ പോയി അവിടെ അമ്മമാരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. താളം എടുത്തില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നെങ്കിൽ നാളെ കൂടെ താളെ തക്ക ദിമി തക്ക ജമു തക്ക ദിമി തക്ക ജമു തക്ക ദിമി തക്ക ജമു തക്ക ദിമി തക്ക ജമു. ഞാൻ ഇതിന്റെ കൂടെ എല്ലാത്തിനകത്തും 4 മാത്രം, സാധാരണ നമ്മൾ 4 പറയുന്ന 4 മാത്രമാണ് ഓരോ അടിയിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ തക ദിമി തക ജമു തക ദിമി തക ജമു എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ അടുത്തൊരു വേർഷൻ ഞാൻ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല അടുത്ത ഒരു ലെവലിൽ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, അവർക്കൂടെ മനസ്സിലാകാനുള്ള കാര്യമാണ് പറഞ്ഞത്.
അപ്പൊ താളം നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒരു രീതി പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് പറഞ്ഞു പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ രീതി കാണിച്ചത്. അതായത് തകതിമി പറഞ്ഞിട്ട് അവസാനം തതി കിടതോം പറയും. അതായത് തതി കിടതോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. തക്ക ദീമി എന്ന് പറഞ്ഞാൽ 4 ആണ്. കുറച്ച് മാത്സ് ആണ്, വളരെ ചെറിയ കാര്യം, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ താളം നമ്മുടെ കയ്യിൽ നിൽക്കുന്നതെന്ന് ഉറപ്പാക്കാനാണ്. ഇതിനോട് പ്രാവശ്യം കാണിച്ചു തരാം. Takadimi, takajenu, takadimi, takajenu, takadimi, takajenu, takadimi, takikitado, takadimi, 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 takajenu, takadimi, takajenu, takadimi, takikitado, takadimi, takajenu, takadimi, takajenu, takadimi, takadimi, takikitado, takadimi, takajenu, takadimi, takajenu, takadimi, takajenu, takadimi, takikitado. അതായത് ഞാൻ കറക്റ്റ് പറഞ്ഞപ്പോൾ ഒരു തലത്തിൽ വിട്ടിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആ താളം തീരും. അതായത് ഒരു താളത്തിൽ ഞാൻ ഒരു മാത്ര അധികം ചേർത്തു. ആദ്യത്തെ താളത്തിൽ തതികിടതവും തകതിമിക്ക് വരാൻ തതികിടതവും ചേർത്തപ്പോൾ ഒരു മാത്ര എക്സ്ട്രാ വന്നു. അടുത്ത താളത്തിൽ ഒരു മാത്രം എക്സ്ട്രാ ചേർത്തപ്പോൾ എന്തായി? താളം ആദ്യം 1 തള്ളിയാണ് വന്നിട്ടത്. രണ്ടാമത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം ഒരു മാത്രം തള്ളിയാണ് ഞാൻ നാളെ പറഞ്ഞിട്ടത്. രണ്ടാമത്തെ താളം മൂന്നാമത് താളം പറഞ്ഞപ്പോൾ അത് 2 മാത്രം തള്ളിയത്. അടുത്തതായപ്പോൾ 3 മാത്രം തള്ളിയായി. 4 മാത്രം തള്ളേണ്ട ആവശ്യമില്ല. എന്താ നമ്മൾ തകതിമി തകരുന്നാണല്ലോ പറയാം. പിന്നെ അത് താളത്തിൽ തന്നെ വരും. നമ്മൾ തീർത്ത് താളത്തിൽ തന്നെ വരും. അപ്പോൾ ആദ്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പറയുന്ന ഒരു നട വെറും തകതിമി തകരുമോ എന്ന് പറയുന്ന കാര്യമാണ് വളരെ ബേസിക് ആയിട്ടുള്ള കുട്ടികൾ ആദ്യം പറഞ്ഞു പഠിക്കുന്നത്. അത് തകതിമി തകരുമോ എന്ന് പറയുന്നതിലേക്ക് വേണമെങ്കിൽ വേറെ എന്തും ഉപയോഗിക്കാം. ആ 4 മാത്രം ഒരു കാര്യം ഉപയോഗിക്കണമെന്ന് മാത്രം. പക്ഷെ അത് ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണം ഏത് താളവും ഏത് സ്പീഡിൽ പാടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് താളം നമ്മുടെ കൂടെ നിൽക്കും. അവരേത് വഴിക്കാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു നിർത്തുന്നത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഞാനൊന്ന് വായിച്ച് കാണിച്ചത് താളം ഉണ്ടാവില്ല. മനസ്സിലാക്കുന്നത് ഈ താളം എന്ന് പറയുന്നത് വളരെ 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 നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ശ്രുതി ശുദ്ധമാകുന്നത് പോലെ തന്നെ ശുദ്ധമായി നമ്മുടെ കൂടെ സഞ്ചരിച്ചു പോകേണ്ട ഒരു കാര്യമാണ് താളം. താളത്തിൽ നമ്മൾ ധാരാളം താളങ്ങളുണ്ടെന്ന് അറിയാം. ആ താളത്തിൽ ഒന്നും നമ്മൾ കടന്നില്ല. വളരെ ബേസിക് ആണ്. ടീച്ചർ പറഞ്ഞതുപോലെ ഞാൻ കുട്ടികളുടെ ആ പറയുന്ന ഒരു ലെവലിലാണ് പറഞ്ഞത്. ആ പറയുന്ന രീതിയിൽ 4 താളം അല്ലെങ്കിൽ ഏകതാളം, ആ ഏകതാളത്തിലുള്ള ചതുരശ്രം എന്ന് പറയുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ഈ ചതുരശ്രം പോലെ തന്നെ ഇപ്പൊ 4 മാത്രം പറഞ്ഞ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ 5 മാത്രം ചേർക്കാം, 3 അല്ലെങ്കിൽ 6 എന്ന് പറയുന്ന രീതിയിൽ മാത്രം ചേർക്കാം, 7 മാത്രം ചേർക്കാം, 9 മാത്രം ചേർക്കാം. അപ്പോൾ തന്നെ താളം അതിൻ്റെതായ രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് മാറി. പിന്നെ നമുക്ക് അടുത്തടുത്ത താളങ്ങളുണ്ട്. ലഘു ഗുരു എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുടെ കോൺസെപ്റ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് 35ഓളം തരത്തിലുള്ള താളങ്ങളിലേക്ക് മാറും. അത് ഇപ്പോഴത്തെ രീതിയിൽ മിക്സ് ചെയ്ത് പാടുമ്പോൾ അതിനേക്കാളും താളങ്ങളിലേക്ക് 108 താളങ്ങളിലേക്ക് പറയുന്ന രീതിയിലേക്ക് വരും. ആ പറയുന്ന തലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അതൊക്കെ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ പറയുന്ന രീതിയിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഏകതാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബീറ്റ് കഴിഞ്ഞ് അടുത്ത ബീറ്റ് ഇടുന്നതിനുള്ള ആ ഗ്യാപ്പ്, അതിന് നമ്മൾ പറയുന്നതാണ് ആ പറയുന്ന ഒരു മാത്രകൾ 4 മാത്രം വെച്ചാണ് സാധാരണ എല്ലാ കീർത്തനങ്ങളും വരിക, അല്ലെങ്കിൽ 5 മാത്രമുള്ള കീർത്തനങ്ങളുണ്ടാവും. ആ പറയുന്ന ഗ്യാപ്പ് കൃത്യമായിട്ട് വെച്ച് നമ്മൾ പാടി ഇതിൽ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ താളം നമ്മുടെ കൂടെ നിൽക്കും. ഈ പറയുന്ന അവസരം, ഈ പറയുന്ന ഡെമോ ക്ലാസ് ചെയ്യാനുള്ള അവസരം തന്നതിന് കുട്ടികൾക്ക് കുറച്ചെങ്കിലും ഈ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ അവസരം തന്ന നമ്മുടെ സ്വന്തം കുടുംബമായ ഈ ആദിത്യ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്
കുടുംബത്തിലെ എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് ടീച്ചറോടും ശാന്തി ചേച്ചിയോടും അച്ഛനോടും എല്ലാവരോടും അമ്മയോടും എല്ലാവരും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.